കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. എതിരെ നിൽക്കുന്നവൻ ആരായാലും ശരി, കൊന്ന് കൊല വിളിക്കും. ഹായ്, സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിൻ വിജയിച്ചു. ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ടീമും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു ഈ ഒരു മത്സരം കളിച്ചിരുന്നത്. ഈ ഒരു മത്സരത്തിൽ പോർച്ചുഗൽ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മറന്നത് ഗോൾ അടിക്കാൻ മാത്രമാണ്. സ്പെയിനിന്റെ ഭാഗത്തു നിന്നും കുറെ അധികം മിസ്പാസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ തന്നെയായിരുന്നു ബെറ്റർ. പോർച്ചുഗൽ മത്സരത്തിന്റെ അവസാന മിനിറ്റിലാണ് പോർച്ചുഗലിന്റെ ഒരു ഗോള് വഴങ്ങേണ്ടി വന്നു. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മറീനയിലൂടെയാണ് സ്പെയിൻ മുന്നിലെത്തുന്നത്. ആ ഒരു ഗോളോടെ തന്നെ സ്പെയിൻ ഈ ഒരു മത്സരം വിജയിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം പിന്നെ അവശേഷിക്കുന്നത് വെറും 6 മിനിറ്റ് മാത്രമാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു മത്സരത്തില് റൊണാൾഡോക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടടുത്ത് ആരാണ്? സ്പെയിൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഉനൈ സിമോൺ. ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ കളിച്ച ഒരൊറ്റ കളിയിലും സ്പെയിൻ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്നതും ഒരു സത്യാവസ്ഥയാണ്. അതായത് ഒരൊറ്റ മത്സരം പരാജയപ്പെടാതെയാണ് സ്പെയിൻ ഈ ഒരു മത്സരത്തിനായി ഇറങ്ങിയത്. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആയിരുന്നു. അതിലും പ്രത്യേകിച്ച് റൊണാൾഡോക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.